ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരായിരിക്കും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുപ്പുവിൻ്റെ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് വീഡിയോയിൽ കേട്ടോ. അപ്പോഴേ നമുക്ക് വീഡിയോ ഒക്കെ തുടങ്ങാം. അപ്പോഴേ രാവിലെ ഞാൻ ഒത്തിരി പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ചയല്ലേ, എപ്പോഴും രാവിലെ ഒത്തിരിയും ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു വിധത്തിലൊന്ന് ഒതുക്കിയിട്ട് കാപ്പി കുടിക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ പുട്ടും പഴവുമാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഈ പഴമൊക്കെ ചെറുതായിട്ട് വരുവാണ്. കുഞ്ഞിപ്പഴമാണ് കേട്ടോ. അപ്പോഴിപ്പം കൂടുതൽ നമ്മുടെ ഇവിടെ ഈ പഴമായിരുന്നു കേട്ടോ. അപ്പോഴേ പുട്ടേ, നിന്നെ ഞാൻ മറന്നില്ല പുട്ടേ. എല്ലാ കൂട്ടുകാരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഞാൻ നേരത്തെ വീഡിയോ ഒക്കെ നമ്മളിടുമ്പോഴേ എന്നും പുട്ട്. അപ്പോഴത് കണ്ടുകൊണ്ട് അവർക്കറിയാം നമ്മുടെ വീട്ടിൽ എന്നും പുട്ടാണെന്ന്. അപ്പോഴും സുപ്പു നീ പുട്ടിനെ മറന്നോ എന്ന് ചോദിക്കാറുണ്ട്. ഒരു പുട്ടേ, നിന്നെ ഞാൻ മറന്നില്ല. ഈ കവയിത്രി എങ്ങനെയാണെന്ന് അറിയാമോ? പുട്ടിൻ്റെ ഇതെന്താ പുട്ടുപാട്ടുണ്ടല്ലോ, എൻ്റെ ഒരു പുട്ടുപാട്ടുണ്ടായിരുന്നു. പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല പുട്ടേ, മമ പുട്ടേ നിന്നെ ഞാൻ മറക്കില്ല. മുട്ടല്ല പുട്ട്, അരിപ്പുട്ടാട്ടോ. ഇന്ന് അരിപ്പുട്ടാണ് നമ്മൾ ഉണ്ടാക്കിയത്. വലിയ പാടാണ് എല്ലാവർക്കും കഴിക്കാൻ. ഞാനെന്നാലും കണ്ണും കവളും ഒക്കെ കാണിച്ച് നമ്മുടെ മര്യാദയ്ക്ക് തിന്ന് തീർത്തോണമെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നല്ല ചതിലും എല്ലാവരും കഴിച്ചു. അവസാനത്തെ നമ്മുടെ ഇതാണ് കേട്ടോ. ഇന്നത്തെ കാപ്പിയൊക്കെ കുടിച്ചോ? എല്ലായിടത്തും കാപ്പിയൊക്കെ എന്തായിരുന്നു? ദോശ, കടല, ഇടിയപ്പം. എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മടി. പണ്ടേ എനിക്ക് മടിയുള്ളൊരു പലഹാരമാണ് ഇടിയപ്പം. ചിലർക്കെന്നാൽ ഭയങ്കര എളുപ്പമാണെന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര മടി കേട്ടോ. നമ്മുടെ പള്ളിയിൽ, അപ്പുറത്തെ പള്ളിയിൽ ആരാധനയൊക്കെ തുടങ്ങി. യേശുപ്പച്ചൻ പറഞ്ഞിട്ടില്ല, പട്ടിണി ഇരുന്നൊന്നും പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളതേ പുട്ടും കഴിച്ച് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ആരാധന തുടങ്ങി കേട്ടോ. ഞായറാഴ്ചയില്ലേ, അപ്പോഴെല്ലാവരും പള്ളിയിലും അമ്പലത്തിലും. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയില്ല, നമ്മുടെ അണ്ണനെ എന്നും പോവല്ലോ. ഇപ്പോഴും സുപ്പൂൻ്റെ കാര്യം കൂടെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. പുട്ടൊക്കെ കഴിക്കട്ടെ. പുട്ട് തിന്ന് വെച്ചിട്ട് താമസം എടുക്കും കേട്ടോ. അടുക്കളയിൽ പോകണം. അടുക്കളയിലൊന്നും ആയില്ല. അരിയൊക്കെ അടപ്പയിട്ടതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഉണ്ടാക്കണം കേട്ടോ. നല്ല മഴക്കോൾ ഇവിടെ. മഴ പെയ്യട്ടെ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കും. പെയ്യുമോ എന്തോ അറിയത്തില്ല കേട്ടോ. നമ്മുടെ പിച്ചിക്കുന്നതിക്കകത്ത് കുറച്ച് പിച്ചിപ്പൂണ്ട്. ആ മണമെന്നറിയാമോ? എന്തൊരു മണമാണെന്നറിയാമോ? പക്ഷെ തലയിൽ കെട്ടി വെക്കാൻ വേണ്ടി നമുക്ക് പിച്ചിപ്പൂ ഇവിടെ തരുന്നില്ല കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് പറിക്കാത്തത്. കുറച്ചേ തരുന്നുള്ളൂ. നമുക്ക് കെട്ടി വെക്കാനേ ഇല്ല കേട്ടോ. കുറച്ചേ ഉള്ളൂ. ഇട്ട് വരെ മണമായിരുന്നു. എന്തൊരു മണം! എന്തൊരു മണം! മഴക്കോളാട്ടോ ഇവിടെ, ഭയങ്കര മഴക്കോള്. നമ്മുടെ ചുന്നരി മക്കളുമാരുടെ വീട് ദേ ഇവിടെ ഉണ്ട്. ചുന്നരിമാരെല്ലാവരും അവിടെ ഉണ്ട്. ദേ കൂട് ദേ ഇതാണ് കേട്ടോ. ഇതാണ് കൂട്. എത്തി വലിഞ്ഞ് ഞാൻ നോക്കാറുണ്ട്. നമുക്ക് ഇവിടെ നിന്നാലേ കൂടിൻ്റെ വാതിൽ കാണാനൊക്കത്തില്ല. സിറ്റോട്ടി ഇരുന്ന കൂടിൻ്റെ വാതിൽ കാണാനൊക്കത്തില്ല. അവളുമാർ ഭയങ്കര വിദഗ്ധമായിട്ടാണ് ഇത് കൂടിൻ്റെ വാതിലുണ്ടാക്കിയത്. ഞാൻ എത്തി എളിഞ്ഞ് നോക്കുമെന്ന് അവളുമാർക്ക് അറിയാം കേട്ടോ. എന്നാലും നമുക്ക് കാണാം കേട്ടോ. ഇതുവഴി നമുക്ക് കാണാം. ഫുള്ള് നമ്മുടെ ശംഖുപുഷ്പം ഉണങ്ങിയായിരുന്നു. ഞാൻ 2 തൊട്ടി 3 തൊട്ടി വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇച്ചിരി ഒരു
എന്താ പച്ച വന്നു കേട്ടോ, പച്ചയിലേക്ക് വന്നു തുടങ്ങി. എന്നാലും ഞാൻ പിഴുതു മാറ്റത്തില്ല കേട്ടോ. ശംഖുഷ്പമൊക്കെ നല്ലതാട്ടോ, നമ്മുടെ വീടുകളിൽ വളർത്തുന്നത് അടിപൊളിയാണ് കേട്ടോ. ഞാൻ രാവിലെ എന്തോ വേണമെന്നും പറഞ്ഞ് ആലോചിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഒത്തിരി പണിയുണ്ട് ഇനി, പക്ഷേ എല്ലാം ഒതുക്കി പറക്കി വെച്ചു. ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോയാൽ മതി കേട്ടോ. അടുക്കളയിലോട്ട് പോയാൽ മതി, ആ ഒരു പരിപാടിയൊക്കെ ഉള്ളൂ. ഇന്നേ രാവിലെ ഓരോരുത്തരും ഓരോ കറികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അമ്മയെ അത് വേണം ഇത് വേണം എന്ന് വെച്ചാൽ മക്കളുമാരെ ഇവിടെ നിൽക്കുന്നില്ലല്ലോ. ഞായറാഴ്ചയും മോനിവിടെ അങ്ങനെ നിൽക്കത്തില്ല, ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ടേ അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് അവർ രാവിലെ പിന്നെ പറയും ആ കറി വേണം ഈ കറി വേണം. മറ്റേ അവർ പൊതിച്ചോറ് കിട്ടിയെങ്കിൽ പോകത്തല്ലേ ഇവിടെ. ഒന്നും അപ്പം കൊച്ചുങ്ങളുടെ കാര്യം ഒരു വല്ലാത്ത കഷ്ടം. അപ്പോൾ അതിരാത്രിക്ക് വരുമ്പോഴാണ് എന്തെങ്കിലും വീട്ടിൽ രാവിലെ ഉണ്ടാക്കി കുറച്ച് കുഞ്ഞു കറികളല്ലേ രാവിലെ നമ്മൾ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിടുന്നത്. ഞായറാഴ്ച ദിവസം അല്ലേ നിൽക്കുന്നുള്ളൂ, ഒരു ദിവസമേ ഉള്ളൂ നിൽക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് സാമ്പാറും അവിയലും ഒക്കെ വേണേ. ഞാൻ സാമ്പാറിനും അവിയലിനും പച്ചക്കറിയൊക്കെ എടുക്കും കേട്ടോ. പച്ചക്കറിയൊക്കെ എടുക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല, പച്ചക്കറിക്കടയിലെ മാമൻ കുറച്ച് ചേനയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കൊരു സാമ്പാറും അവിയലും ഒക്കെ ആക്കി എടുക്കാം. ദേ മുരിങ്ങക്കോല എത്ര ദിവസമായി ഞാൻ മുരിങ്ങയ്ക്ക കണ്ടിട്ട് കേട്ടോ. ഒത്തിരി ദിവസമായി കേട്ടോ ഞാൻ മുരിങ്ങയ്ക്ക കണ്ടിട്ട്. കിട്ടി 2 മുറി ഇനിയും കാണും കേട്ടോ, ഇനിയും കാണും. അതെല്ലാം കൂടെ നമുക്ക് ക്യാരറ്റും എല്ലാം ഉണ്ട് കേട്ടോ. പച്ചക്കറിക്കകത്തെല്ലാം കിട്ടുമല്ലോ നമുക്കിപ്പോൾ. എല്ലാം ഇട്ടൊരു കുഞ്ഞി സാമ്പാറും ഒരു അവിയലും പിന്നെ മീൻ എല്ലാം പറക്കിയെടുക്കട്ടോ. എല്ലാം പറക്കിയെടുത്തല്ലേ നമുക്ക് അരിയാനൊക്കെ തോന്നും. പച്ചമുളക് എന്ത് ചെയ്യും, പച്ചമുളക് കൂട്ടാൻ എന്ത് ചെയ്യും? നിങ്ങളിങ്ങനെയാണോ തെരഞ്ഞു പിടിക്കുക രാവിലെ? ഞാനിങ്ങനെ തെരഞ്ഞു പിടിക്കും കേട്ടോ. എന്തൊക്കെയാണ് ഞാൻ രാത്രിയിൽ ഉറങ്ങുമ്പോഴേ ഞാൻ ആലോചിക്കത്തില്ല നാളെ എന്ത് കറി വെക്കണം. എന്നാൽ പിന്നെ എൻ്റെ ഉറക്കം നഷ്ടപ്പെടും. ഞാൻ അതുകൊണ്ട് സുഖത്തെ കിടന്നുറങ്ങും, ഉറങ്ങും. എന്നിട്ട് രാവിലെയാണ് പച്ചക്കറി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചടപട എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവില്ലേ. നിങ്ങളങ്ങനെ ആണോ, അതോ ഈ സുപ്പൂനെ പോലെയാണോ? ഇത് നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞു കൂട്ടി എല്ലാം ഒന്ന് വയ്ക്കാം. പാവയ്ക്കൊക്കെ ഇരിക്കൊണ്ട് കിട്ടിയ ഒരു പാവയ്ക്കൊന്നും കഴിക്കത്തില്ല കേട്ടോ, കഴിക്കാത്ത കൊച്ചില്ല. അപ്പം ഞാനൊന്ന് അരിയട്ടെ, എല്ലാം ചെത്തി കണ്ടിച്ച് പീസാക്കാം. മ്യാവും അവരിത് കരയുന്നു. മീൻ ഇതുവരെ വന്നില്ല, കട്ട് ചെയ്തായിരിക്കും എന്താണോ എനിക്കറിയത്തില്ല. ഇന്ന് എനിക്ക് പണി കിട്ടും. അപ്പം ഇത് ഞാനൊന്ന് റെഡിയാക്കട്ടെ. മ്യാവും അവിടെ കിടന്ന് കഴിക്കുന്ന കേട്ടോ. സാമ്പാറിന് അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ. സാമ്പാറിന് അരിഞ്ഞ് വെച്ചു. ഈ അവിയലിന് എല്ലാം കൂടി ഇച്ചിരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അമ്മമാരൊക്കെ കറക്റ്റ് അളവിനാണ് സാമ്പാറിനും അവിയലിനും ഒക്കെ അരിയുന്നത്. ഞങ്ങളാണെങ്കിൽ ഇവിടെ പിന്നെ അവിയലിന് ഇങ്ങനെ സാമ്പാറിനാണെങ്കിൽ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങൾ. ചിലർ സാമ്പാറിനും അവിയലിനും എല്ലാം ഒരേപോലെ അരിയുന്നതാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും അവിടുത്തെ അമ്മയും നല്ലതായിട്ട് അരിഞ്ഞ് തരും കേട്ടോ. അവർക്ക് ഒരേ ലെവലിന് അരിയാനും അറിയാം. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കണ്ടിച്ചിടുമ്പോൾ എന്നോട് വഴക്ക് പറയും. ഒരേ അളവിനല്ലേ എല്ലാം കണ്ടിച്ചിടുന്നേ. അളവുകൾ കറക്റ്റായിരിക്കും കേട്ടോ. ആ മുരിങ്ങയ്ക്ക നമ്മൾ അരിയത്തില്ലേ, കീറിയിടത്തില്ലേ, അതേമാതിരിയാണ് അവിയലിൽ നമ്മൾ നീളത്തിൽ അരിയുന്നത് കേട്ടോ. മോരിരിപ്പുണ്ട്, മോര് കാച്ചണം, സാമ്പാർ വയ്ക്കണം. ഞങ്ങൾ ഇന്നലെ സാമ്പാർ വെച്ചു. സാമ്പാർ ഇന്നലെ മുഴുത്തില്ല കേട്ടോ. പിന്നെ ഇന്നലെ രാവിലെ നമുക്ക് ദോശ സാമ്പാർ വേണം. അപ്പോഴും രാത്രി ആയപ്പോഴത്തേനും അതങ്ങ് തീർന്നു. ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം സാമ്പാർ എടുക്കുമല്ലോ. കറി വേറെ ഒന്നും വെക്കേണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്നലെ നമ്മുടെ രാത്രി നമ്മൾ എന്നാലും സാമ്പാർ വേണം. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇന്നും നമ്മൾ സാമ്പാർ വയ്ക്കുന്നത് കേട്ടോ. അത് സത്യമാണ്. നേരത്തെ വെക്കുന്ന കറികൾ തീർന്നു പോയാൽ അവരെ വീണ്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാറിന് സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തീർന്നു പോയത് കേട്ടോ, അല്ലെങ്കിൽ അവിടെ കിടക്കും.
ഉടായിപ്പിലെ സാമ്പാറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? സത്യം. എല്ലാ വകകളും എല്ലാ പച്ചക്കറികളൊന്നും ഇടാതെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വെച്ചാൽ അത് അടിപൊളിയായിരിക്കും കേട്ടോ. ഇന്നലെ അങ്ങനെ തട്ടിക്കൂട്ട് സാമ്പാർ ഞാൻ ചുമ്മാ ഞാൻ ചെയ്തത് കേട്ടോ. മക്കൾക്ക് രാവിലെ പോകണമല്ലോ, അപ്പോഴങ്ങനെ പെട്ടെന്ന് ഞാൻ ദോശയും സാമ്പാറും ആക്കിയത്. എന്തായാലും അത് ഇവിടെ അധികം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയൊന്നുമില്ല, അതങ്ങ് തീർന്നു. അതാ ഇന്ന് ഞാൻ വീണ്ടും സാമ്പാർ വയ്ക്കാൻ. ഇന്നലത്തെ ആ കേടുപാടെല്ലാം നമുക്കിന്ന് നമ്മൾ അങ്ങനെ തീർത്തു കൊടുക്കണം. പാവം എന്നോടല്ലേ ചോദിക്കാനൊക്കും. അവിയലിന് ഇനിയും തേങ്ങ തിരിക്കണം, ചതയ്ക്കണം. ചതച്ചൊക്കെ വാരി നമുക്ക് അടപ്പത്തൊക്കെ വയ്ക്കാം കേട്ടോ. നമ്മുടെ സരസുവിന് കൈയൊന്നും വയ്യ കേട്ടോ, അല്ലെങ്കിൽ സരസു എല്ലാം നമുക്ക് അരിഞ്ഞൊക്കെ തന്നേനെ. ഇപ്പം ഞാൻ ചെയ്യിപ്പിക്കത്തൊന്നുമില്ല. കൈ എങ്ങനെ മുറിച്ചിട്ടാൽ പിന്നെ ആ കൈ നോക്കാൻ ഞാൻ പോകണം. അതുകൊണ്ട് ഞാൻ പറയും വേണ്ട. അല്ല, ഞാൻ ഒന്നും പറയത്തില്ല കേട്ടോ. അമ്മ അരിയത്തൊന്നുമില്ല, അമ്മയുടെ കൈ കൊച്ചി വരും പാവം. ഇതേ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും കേട്ടോ. എൻ്റെ അവസ്ഥ അതൊക്കെ തന്നെ, കൊച്ചൽ. എന്നാലും നമ്മളൊക്കെ നിന്ന് പിഴയ്ക്കുന്നു. പാവം നമ്മുടെ അമ്മയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ, ഒത്തിരി അരിഞ്ഞു കൂട്ടിയതല്ലേ. അതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കട്ടെ. സരസുമൊക്കെ അല്ലേ, സരസുവിന് തീരെ വയ്യ എൻ്റെ കൂട്ടുകാരെ. സരസുവിനെയും കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ. തീരെ വയ്യ കേട്ടോ നമ്മളെ സരസുവിന്. ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു അല്ലേ. കണ്ണപ്പം കണ്ണിൻ്റെ കാഴ്ച നമ്മളറിയത്തില്ല കേട്ടോ. എന്തെല്ലാം ചെയ്യും, വയ്യാങ്കിലും അടങ്ങിയിരിക്കത്തില്ല. മുറ്റമൊക്കെ രാവിലെ ഒരു 7 മണി മുതൽ മുറ്റം തൂപ്പായിട്ട് അടങ്ങിയിരിക്കത്തില്ല. എന്നിട്ട് മോളിൽ നിന്ന് ആൾക്കാർ തൂത്തോണ്ട് ചൂലെടുത്ത് ഈ തട്ടുംപുറത്ത് എടുത്തിട്ടു. അമ്മാമ്മ തൂക്കണ്ട അമ്മാമ്മ എന്ന് പറഞ്ഞ അമ്മാമ്മയും മോളും കൂടെ ഭയങ്കര സ്റ്റണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാണ് ഞാൻ മേളിൽ കയറിയപ്പോൾ ഞാൻ പിന്നെ പാവമല്ലേ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ച് മേളിൽ കയറിയപ്പോൾ ചൂലെടുത്ത് കൊടുത്തത് കേട്ടോ. അമ്മ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അപ്പോഴത്തെ ഒരുമാതിരി എല്ലാം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ് അങ്ങനെ നമുക്ക് ചതച്ചൊക്കെ വാരി വെക്കത്തിൽ നമുക്ക് അവിയലും സാമ്പാറും വയ്ക്കാം. രണ്ടടുപ്പിലോട്ട് ഷൂ എന്ന് പറയുമ്പോൾ എല്ലാം സെറ്റായി കേട്ടോ. അപ്പം ഞാനെല്ലാം അടുപ്പിലോട്ടൊന്ന് ആക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാർ വെന്തു, പരിപ്പൊക്കെ ഇട്ട് വേവിച്ചു. ഇനി കലക്കി ചേർത്താൽ മതി. അവിയലിനും നമ്മൾ വേവിച്ചു. സുജാത ചേച്ചിയുടെ കൊച്ചുമോൾ എനിക്ക് അരച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അരച്ചല്ല, ചതച്ചാൽ മതിയല്ലോ നമുക്ക്. അവിയലിലൊക്കെ ചതച്ചല്ലേ എടുക്കല്ലേ, ഒന്ന് തിരിച്ചാൽ മതിയല്ലോ, ശരിയാവുമല്ലോ. അപ്പോഴതേ അരക്കങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് അങ്ങോട്ട് തൂകിച്ച് വയ്ക്കാം കേട്ടോ. എന്താ തൂകിച്ച് ചട്ടിക്കകത്താട്ടോ ഞാൻ ഇന്ന് അവിയൽ വെക്കുന്നേ. ചട്ടിയൊക്കെ വെറുതെ വാങ്ങിച്ചിട്ടേക്കും കേട്ടോ. എല്ലാത്തിനും ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ രുചി ഇതാണ് കേട്ടോ. നമ്മുടെ ഈ ചട്ടിക്കകത്ത് വെക്കുന്നത് തന്നെയാണ്, മൺചട്ടിക്കകത്ത് വെക്കുന്നത് തന്നെയാണ് രുചി കേട്ടോ. ഈ സാമ്പാറിനെ ഒന്ന് വറക്കട്ടെ. ഞാൻ മുളകും മല്ലിയും ഒന്ന് വറുത്തിട്ട് എപ്പോഴും ചേർക്കത്തുള്ളൂ കേട്ടോ. അപ്പോഴതൊന്ന് വറക്കട്ടെ. നമുക്ക് പുളിയൊക്കെ പിഴിഞ്ഞൊഴിക്കണമല്ലോ. അപ്പോഴതൊന്ന് ചെയ്യട്ടെ. അപ്പോഴത്തേന് ഇതേ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് വേവട്ടെ. അങ്ങനെ നമ്മുടെ അവിയൽ കുട്ടൻ റെഡിയായി. കറിവേപ്പിലയൊക്കെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അവനെ അങ്ങോട്ട് സെറ്റാക്കി വെച്ചു. പിന്നെ മീനിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി. അയിലയായിരുന്നു വീട്ടിൽ കേട്ടോ. അയില ഞാൻ അടുപ്പത്തോട്ട് വെച്ചു. മീൻ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾക്ക് വേണം, നമുക്ക് വേണ്ടാത്ര മീൻ വറുത്തത് ആർക്കും അങ്ങനെ വേണ്ട. പക്ഷെ മക്കൾക്ക് പൊരിച്ചത് എന്നും ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. പാവയില്ല, നമ്മുടെ മക്കളില്ലേ, അവർക്ക് ഇഷ്ടം കേട്ടോ. മീൻ പൊരിച്ചതുണ്ടെങ്കിൽ കുശാലായിട്ടെല്ലാവരും ചോറുണ്ടും കേട്ടോ. അപ്പോഴതേ സാമ്പാറിന് ഞാൻ കലക്കി ചേർത്തു. കടുക് വറക്കട്ടെ. തിളച്ച് സെറ്റായി. ഇന്നലത്തെ സാമ്പാറായിരുന്നു ഇന്നത്തെ സാമ്പാറിനെക്കാട്ടിൽ ഇന്നലത്തെ സാമ്പാറായിരുന്നു നല്ലത്. ഇന്നത്തെ എല്ലാം കണ്ടിച്ച് ഞുറുക്കി ഇട്ടതുകൊണ്ട് അതിനൊരു ടേസ്റ്റ് വന്നില്ല. ഇന്നലത്തെ അത്രയും ടേസ്റ്റ് വന്നില്ല. നിങ്ങൾ ആരോടും പറയണ്ട, അത് രഹസ്യമാണ് കേട്ടോ. ഇന്നലത്തെ ആയിരുന്നു നമ്മുടെ സാമ്പാർ സൂപ്പർ. കടുക് വറക്കട്ടെ കേട്ടോ. കടുക് വറുത്തിട്ട് അതിനകത്ത് നമുക്ക് മീൻ പൊരിക്കാം. പിന്നെ മോര് കാച്ചണം. ചിലപ്പോൾ അവർ സലാഡായിട്ട് എടുക്കും. പപ്പടം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ നമുക്ക് പറക്കാം. പിന്നെ അവർ ചിലപ്പം പറയും മോര് കറി വേണം, ചിലപ്പം പറയും സലാഡ് മതിയേ, എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാം നമുക്കല്ലേ. അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം അല്ലേ. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചേക്കുവാണ്. മുളകും ചെറിയ ഉള്ളിയും. നിങ്ങളൊക്കെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിടുമോ? കടുക് വറക്കുന്നത് അത് നല്ല ടേസ്റ്റ് കേട്ടോ. ചെറിയ ഉള്ളിയും നമ്മുടെ
വറ്റൽമുളകും ഒക്കെ ഇടണം കേട്ടോ, എന്നാലേ അതിനൊരു ടേസ്റ്റുള്ളൂ. കടുക് വറക്കുന്നതിന് പണ്ടത്തെ അമ്മമാർ പറയും അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. അങ്ങോട്ട് പൊട്ടട്ടെ. അതിനകത്തേക്ക് നമുക്ക് മീനൊക്കെ എപ്പോഴും ഞാൻ മറന്നു പോയത് മീൻ്റെ അരിയും കേട്ടോ. അരപ്പ് വരട്ടി വെച്ചിരിക്കുക, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോഴേ എല്ലാം ആയി വരുന്നു. ആയെന്ന് പറയാൻ പറ്റില്ല. നോക്കട്ടെ, മോര് കാച്ചണോ വേണോ വേണ്ടായോ എന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് കേട്ടോ. പൊട്ടടാ അങ്ങോട്ട് വേഗം. കടുക് പൊട്ടിത്തെറിയും കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഞാൻ അതിന് ഇതേപോലുള്ള വലിയ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പരിചയമായിട്ട് നിന്നാലേ കടുക് മുഖത്ത് വീഴാതിരിക്കുന്നു. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് എന്തുമാത്രം കഷ്ടപ്പെട്ട മുഖമൊക്കെ ഇത്ര അങ്ങോട്ട് സുന്ദരമാക്കി വെച്ചിരിക്കുന്നത്. കടുകിന് ഇത് വല്ല അറിയാവോ? പൊട്ടി വീണിട്ട് വേണം പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ പാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചോളൂ. അതിൻ്റെ പൊട്ടൽ കണ്ടോ? തീ അണച്ചില്ല കേട്ടോ. ഞാൻ അമ്മച്ചി തീ അണച്ചില്ല. എനിക്ക് പേടിയാണ്. കടുക് നടക്കുന്ന 4 കത്ത് അതിലെന്നും ഇങ്ങനെ ചെയ്യുന്നു. അപ്പോഴത്തേ നമ്മുടെ സാമ്പാറിന് കടുക് വറക്കും. എൻ്റെ പാത്രം ഇരുന്ന് ചൂടാവുന്ന എൻ്റെ പൊന്നെ എന്തൊക്കെ വട്ടത്തരങ്ങളാണോ ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് മീൻ പൊരിക്കാം. മീനും കൂടെ പൊരിക്കാം. ഞാൻ അങ്ങനെ പാത്രം വെച്ചതേ അല്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ കടുക് വറക്കുമ്പോൾ ചിലപ്പോൾ ആ എണ്ണ എങ്ങാണം ഇങ്ങോട്ട് തെറിച്ചാലുണ്ടല്ലോ ഇതിനെക്കാട്ടിലും വലിയ അപകടമാണ്. ഇച്ചിരി നേരം നമ്മുടെ പാത്രം അതിൻ്റെ മേളിൽ ഇരുന്നെന്നും പറഞ്ഞ് അവൻ ചാടി പോകത്തില്ലല്ലോ. ഇച്ചിരി ഒന്ന് ചൂടാവും, പെട്ടെന്ന് അങ്ങ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അമ്മേ വാലെല്ലാം എടുത്ത് വറുത്ത് തരണേനെ. 4 അയലയായിരുന്നു, നല്ല മുഴുത്ത അയലയായിരുന്നു കേട്ടോ. 4 എണ്ണത്തിനെ ഞാനിങ്ങനെ സെറ്റാക്കി ബാക്കിയാണ് എടുത്തത്. 3, 4 കണ്ടിക്കായിരുന്നു കേട്ടോ. അയല അത്ര വലുതായിരുന്നു. അവൻ വേണം അങ്ങോട്ട് മൊരിയേക്കാം. തീ കുറച്ചിടാം. കവിയനെ തീയിലെ വറുത്തെടുത്താലേ അതിലൊരു ടേസ്റ്റുള്ളൂ. അല്ലേ പെട്ടെന്ന് തീയിട്ടാലേ രസമില്ല. മോര് കലക്കത്തി തന്നെ നല്ല തിളച്ചു മറിഞ്ഞു. നമ്മുടെ കടുക് വറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മോരിനുള്ള മുളകല്ലല്ലോ കടുക് കേട്ടോ. മാറിപ്പോയതാണ്. എളുപ്പമാണല്ലോ മോരിന് കടുകൊക്കെ വറക്കാനൊക്കെ. എല്ലാം നമ്മൾ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് തറമുളന്ന് അങ്ങോട്ട് പൊട്ടിച്ചാൽ മതി. കടുക് അങ്ങോട്ട് പൊട്ടിച്ചു. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവിടെ കഴിഞ്ഞു. മോരും കാച്ചി നമ്മുടെ മീനും വറത്തു. മീൻ 2 വശവും ഫ്രൈ ആയി. മോരും കൂടെ കാച്ചി. അതിന് പപ്പടം വേണമെങ്കിൽ അവർ കാച്ചിട്ട് വേണ്ടവർ കാച്ചി കഴിക്കട്ടെ. ഞങ്ങൾക്കിവിടെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കുഴപ്പമില്ല, കാച്ചി വെച്ചാൽ ഓരോന്നൊക്കെ എടുത്ത് പറക്കി. പിന്നെ വലിയ പാടാണ് പപ്പടമൊക്കെ കഴിക്കുന്നത്. ഇച്ചിരി ഇമ്മണി പാത്രങ്ങൾ നമ്മുടെ ഇവിടെ നിരന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് കഴുകി വയ്ക്കണം. അത്രയൊക്കെയുള്ള പരിപാടി. ഉള്ളാനൊന്നും സമയമായില്ല കേട്ടോ. പിന്നെ ഉപ്പുണ്ടോ നോക്കട്ടെ. അപ്പോഴും എൻ്റെ പൊന്നെ എന്തൊരു പുളി. ഉപ്പല്ല പുളി, ഇതൊരു പുളി വേണം. എല്ലാം നമ്മുടെ വെന്തു. ഭയങ്കര പുളി കേട്ടോ. നമ്മുടെ മോരിന് ഭയങ്കരമായ പുളിയുള്ള മോരാണ്. അപ്പോഴതൊക്കെ ഉള്ളു കേട്ടോ. ഉച്ച വരെയാണ് നമ്മുടെ പരിപാടികൾ. പാത്രം കഴിയൊക്കെ കുറച്ച് പാത്രം എല്ലാം ഒതുക്കി പറക്കി വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാവില്ല. പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. ജോലി കിടക്കുന്നോന്നും പറഞ്ഞ് നമ്മൾ ഓടിച്ചാടി വരണ്ടല്ലോ അല്ലേ? അങ്ങനെയാണോ? എല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞ തണ്ണിമത്തൻ നമ്മുടെ എണ്ണം കൊണ്ടുവന്നതാണ്. അത് ഒരു പീസൊക്കെ കഴിച്ചു കേട്ടോ. അതാണ് ഷോർട്ടിൽ വന്നത്. ഇത് ചിലർ അച്ചാറിടുമല്ലോ, നല്ലതാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളിട്ടിട്ടില്ല. പാത്രം കഴുകിയൊക്കെ ഇനി കേട്ടോ.